1971 നാസ മാരിനർ 9 എന്ന പേരിൽ ഒരു ബഹിരാകാശ പേടകത്തെ ചൊവ്വാഗ്രഹത്തിലേക്ക് അയച്ചു. അവിടെ നിന്നും ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് മാരിനർ 9 ഭൂമിയിലേക്ക് അയച്ചു തന്നത്. ചൊവ്വാഗ്രഹത്തിൽ വളരെയധികം വലിപ്പമേറിയിട്ടുള്ള ഒരു വലിയ മുറിപ്പാട്. പിന്നീടുള്ള വർഷങ്ങളിൽ നാസ ഒരുപാട് ബഹിരാകാശ പേടകങ്ങളെ പിന്നെയും അയച്ചു. ആ ബഹിരാകാശ പേടകങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് അയച്ചു തന്നു. അതിൽ നിന്നാണ് അത് നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള ഒരു മലയിടുക്കാണെന്ന് മനസ്സിലായത്. പിന്നീടുള്ള ഗവേഷണങ്ങളിലൂടെ ഇത് വെറും ഒരു മലയിടുക്ക് മാത്രമായിരുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് അതൊരു വലിയ തടാകമാണെന്നും മനസ്സിലാക്കിയെടുത്തു. ആ തടാകത്തിൽ ജലമുണ്ടായിരുന്നു. ഒരു ഹൈപ്പോത്തസിസ് അനുസരിച്ച് അവിടെ ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഏലിയൻസും ഉണ്ടായിരുന്നു, അനേകം. പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് ആ ഒരു മലയിടുക്കിൻ്റെ ഉള്ളിലേക്ക് ഒരു പേടകത്തെയോ അല്ലെങ്കിൽ ഒരു റോവറിനെയോ വിക്ഷേപിക്കാൻ സാധിച്ചില്ല. ഒരു പേടകത്തെ അവിടേക്ക് തന്നെ കൃത്യമായിട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടെ നിന്ന് അമൂല്യമായിട്ടുള്ള പല തെളിവുകളും ശേഖരിക്കാൻ സാധിക്കും. ഒരുപക്ഷേ ഏലിയൻസിൻ്റെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ യഥാർത്ഥ ഏലിയൻസിനെ തന്നെ അവിടെ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചു എന്ന് വരാം. ഏലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകൾ കാണുന്നത് പോലുള്ള ഒരു ഭീകര സത്വമായിട്ടൊന്നും എടുക്കരുത്. അങ്ങനെയൊന്നും ആകണമെന്നില്ല. ചിലപ്പോൾ ഒരു വിരയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ മാത്രമായിരിക്കാം. എന്തായാലും അവയും ഏലിയൻസ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നാസ അത്തരത്തിലുള്ള ഒരു മിഷൻ അയക്കാത്തത്? അതിൻ്റെ പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ടെറൈനാണ്. വാലസ് മാരിനാരിസ് എന്നറിയപ്പെടുന്ന ആ മലയിടുക്കിൻ്റെ ഉള്ളിലേക്ക് ഒരു റോവറിനെ അയക്കാൻ വളരെ പ്രയാസമാണ്. കോടിക്കണക്കിന് പണം ചെലവഴിച്ചിട്ടുള്ള മിഷനുകളാണ് ചൊവ്വാഗ്രഹത്തിലേക്ക് അയക്കുന്നത്. എന്തെങ്കിലും ഒരു പെശക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കനത്ത ആഘാതമായിരിക്കും സാമ്പത്തികമായിട്ടും സാങ്കേതികപരമായിട്ടും നാസയ്ക്ക് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അതിങ്ങനെ ഡിലേ ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ അധികം വൈകാതെ അത്തരത്തിലുള്ളൊരു മിഷൻ നാസ നടപ്പിലാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള സയൻസ് ഫാക്റ്റുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.